മന്ത്രി വി ശിവൻകുട്ടി തന്നോട് അനാദരവ് കാട്ടിയെന്ന ഗവർണറുടെ കത്തിന് മറുപടിയുമായി മുഖ്യമന്ത്രി. ശിവൻകുട്ടി തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല മന്ത്രി ചടങ്ങിനെത്തിയതെന്നും മുഖ്യമന്ത്രിയുടെ മറുപടി കത്തിൽ. ഭരണഘടനയിൽ ഇല്ലാത്ത കൊടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ടാൽ ഒരു മന്ത്രി എങ്ങനെ പെരുമാറുമോ അതേ സംഭവിച്ചിട്ടുള്ളൂ എന്നും കത്തിൽ പറയുന്നു. സെയ്ഫ് സൈനുലാബ്ദീൻ വിശദാംശങ്ങൾ നൽകും. സെയ്ഫ്, എന്താണ് കത്തിന്റെ ഉള്ളടക്കം? വി ശിവൻകുട്ടി ചെയ്തതിനകത്ത് ഒരു തരത്തിലുള്ള തെറ്റുമില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നൽകിയ കത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. സൈഫുദ്ദീൻ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവൻകുട്ടി തന്നോട് അനാദരവ് കാട്ടി, രാജ്ഭവനോട് അനാദരവ് കാട്ടി, ഭരണഘടനാ തലപ്പത്തിരുന്ന് തന്നെ അപമാനിച്ചു തുടങ്ങിയ കാര്യങ്ങളായിരുന്നു ഗവർണറുടെ കത്തിൽ പറയുന്നത്. ആ വാദങ്ങളെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിക്കളയുകയാണ്. വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി കത്ത് തുടങ്ങുന്നത് തന്നെ. ഗവർണറോട് അനാദരവ് കാട്ടാൻ ഉദ്ദേശിച്ചല്ല മന്ത്രി ചടങ്ങിന് എത്തിയത്. ഭരണഘടനാ ബാഹ്യമായ കൊടിയും ചിഹ്നവും ഔദ്യോഗിക പരിപാടിയിൽ കണ്ട ഒരു മന്ത്രി എങ്ങനെയാണോ പെരുമാറുന്നത് അത് മാത്രമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അല്ലാതെ അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത മന്ത്രിക്ക് അങ്ങനെ പെരുമാറാൻ മാത്രമേ കഴിയൂ എന്ന് പറയുക വഴി ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആൾ കൂടിയാണ് ഗവർണർ. എന്നിട്ട് അദ്ദേഹം അതിന് വിരുദ്ധമായ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് ഓർമ്മപ്പെടുത്തൽ കൂടി ആ വാചകത്തിൽ മുഖ്യമന്ത്രി ഒളിച്ചു വെക്കുന്നുണ്ട്. രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഔദ്യോഗിക പരിപാടികളിൽ ദേശീയ ചിഹ്നവും പതാകയും മാത്രമേ തുടർന്ന് ഉപയോഗിക്കാവൂ എന്ന് വീണ്ടും ആവർത്തിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. ഇത് രണ്ടാം തവണയാണ് ഗവർണറെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കത്ത് നൽകുന്നത്. എന്തായാലും വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, ഗവർണറുടെ ഭാഗത്താണ് തെറ്റുള്ളത്. അത് തിരുത്താൻ നിങ്ങൾ തയ്യാറാകണം എന്ന ധ്വനി ആ കത്തിലുണ്ട്. സൈഫുദ്ദീൻ. ശരി, സെയ്ഫ് സൈനുലാബ്ദീനാണ് വിശദാംശങ്ങൾ നൽകിയത്.